കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. സുജിത്താണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രി 11 മണിക്കായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. തുമ്പമൺ തൊടിക്ക് സമീപമായിരുന്നു കൊലപാതകം. നെടുമങ്ങാട് അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു. ഓമനയാണ് കൊല്ലപ്പെട്ടത്. 85 വയസ്സായിരുന്നു പ്രായം. പേരൂർക്കടയിൽ ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് പീഡിപ്പിച്ച സംഭവത്തിൽ ASI പ്രസന്നനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ASI പ്രസന്നനായിരുന്നു GD ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. കല്യാണിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 65 ഗ്രാം മാരക ലഹരി മരുന്നുമായി അസമിൽ നിന്നുള്ള തൊഴിലാളികൾ പിടിയിലായി. നമസ്കാരം, ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെ ലോകത്തെ ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. സുജിത്താണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രി 11 മണിക്കായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. തുമ്പമൺ തൊടിക്ക് സമീപമായിരുന്നു കൊലപാതകം. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. സുജിത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേർക്കും പരിക്കേറ്റു. നെടുമങ്ങാട് അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു. ഓമനയാണ് കൊല്ലപ്പെട്ടത്. 85 വയസ്സായിരുന്നു പ്രായം. മകൻ മണികണ്ഠനാണ് ഓമനയെ ചവിട്ടിക്കൊന്നത്. മദ്യലഹരിയിലെത്തിയ മണികണ്ഠൻ അമ്മയെ ചവിട്ടി കൊല്ലുകയായിരുന്നു. മണികണ്ഠൻ പലതവണ അമ്മയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ ഓമനയെ നാട്ടുകാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നെടുമങ്ങാട് തേക്കട സ്വദേശി ഓമനയാണ് കൊല്ലപ്പെട്ടത്. 85 വയസ്സായിരുന്നു. മകൻ മണികണ്ഠന്റെ ചവിട്ടേറ്റാണ് ഓമന മരിച്ചത്. മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു കൊലപാതകം. മദ്യലഹരിയിലെത്തിയ മണികണ്ഠൻ ഓമനയെ ചവിട്ടി വീഴ്ത്തി. ഉടൻ തന്നെ സമീപവാസികൾ ഓമനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 11 മണിയോടെ മരണം സംഭവിച്ചു. മണികണ്ഠന്റെ മർദ്ദനത്തിൽ ഓമനയുടെ എല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു. ഇതിനു മുമ്പും ഓമനയെ മണികണ്ഠൻ മർദ്ദിച്ചിരുന്നതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. പേരൂർക്കടയിൽ ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് പീഡിപ്പിച്ച സംഭവത്തിൽ ASI പ്രസന്നനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ASI പ്രസന്നനായിരുന്നു GD ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. പ്രസന്നനാണ് ബിന്ദുവിനെ കള്ളി എന്ന് വിളിച്ച് കളിയാക്കിയത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ദളിത് യുവതിക്കെതിരെ വ്യാജ കേസെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടിയായി. പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നനെതിരെയാണ് നടപടി. ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവ ദിവസം സ്റ്റേഷനിലെ GD ചുമതലയിൽ ഉണ്ടായിരുന്നത് പ്രസന്നനായിരുന്നു. ബിന്ദുവിനോട് അസഭ്യം പറഞ്ഞതും ഇയാളായിരുന്നു. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഇയാൾക്കെതിരെ നടപടിയെടുത്തതിൽ തൃപ്തിയുണ്ടെന്ന് ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ മാസം 23-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന് അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് 2.5 പവന്റെ മാല മോഷണം പോയതായി വീട്ടുടമ ഓമന ഡാനിയേൽ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ 20 മണിക്കൂർ ചോദ്യം ചെയ്തത്. ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ വിവസ്ത്രയാക്കി പരിശോധിച്ചു. SI ഉൾപ്പെടെയുള്ളവർ മാലക്കള്ളി എന്ന് വിളിച്ച് അസഭ്യം പറഞ്ഞതും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും ബിന്ദുവിനെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് തുല്യമായി. ശുചിമുറിയിൽ നിന്ന് വെള്ളം കോരിക്കുടിക്കാനായിരുന്നു ASI പ്രസന്നന്റെ മറുപടി. ഇക്കാര്യങ്ങൾ കാണിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടതും നടപടികൾ സ്വീകരിച്ചതും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. കല്യാണിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ആസൂത്രണത്തിന് ഒടുവിലാണ് അമ്മ കല്യാണിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത്. 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അമ്മ സന്ധ്യ ആസൂത്രണം നടത്തിയിരുന്നതായി പോലീസിന് സംശയം ജനിച്ചു. മുഴുക്കുളത്ത് എത്തുന്നതിന് മുൻപ് കുഞ്ഞുമായി സന്ധ്യ ആലുവ മണപ്പുറത്ത് എത്തിയിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ സന്ധ്യയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. കാര്യം തിരക്കിയപ്പോൾ കുഞ്ഞിനെയും എടുത്ത് സന്ധ്യ കടന്നു കളഞ്ഞെന്നും ഓട്ടോ ഡ്രൈവർ പറയുന്നു. കുഞ്ഞിനെ പെരിയാറിൽ ഉപേക്ഷിക്കാനായിരുന്നു സന്ധ്യയുടെ ലക്ഷ്യമെന്നും സംശയം. അങ്കനവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ കല്യാണിയെ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 7 മണിയോടെയാണ് അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞത്. മുഴിക്കുളം പാലത്തിന് നടുവിലെ തൂണിൽ കുരുങ്ങി നിന്ന മരക്കൊമ്പുകൾക്കിടയിൽ തൂങ്ങിയ മൃതദേഹം രാത്രി 2:15 പോലീസ് കണ്ടെത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ 3:30 മൃതദേഹം വീട്ടിലെത്തിച്ചു. തറവാട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5 മണിയോടെ സംസ്കരിച്ചു. കുഞ്ഞിന്റെ അമ്മ നേരത്തെയും കൊലപാതക ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്ന് അയൽവാസികളും ബന്ധുക്കളും പോലീസിന് മൊഴി നൽകി. വിസ്മയ ന്യൂസ്, കൊച്ചി. 65 ഗ്രാം മാരക ലഹരി മരുന്നുമായി അസമിൽ നിന്നുള്ള തൊഴിലാളികൾ പിടിയിലായി. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.